ബഹ്റൈനിലെ മനാമ സൂക്കിലാണ് ശ്രീനാഥ്ജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 200 വർഷങ്ങൾക്ക് മുൻപാണ് ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പുരാതന രേഖകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ നിന്നെത്തിയ തട്ടായ് ബാട്ടിയ കുടുംബമാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥാപിച്ചത്. ബഹ്റൈൻ ഭരണകൂടത്തിന്റെ മതസൗഹാർദ്ദ നിലപാടിന്റെ പ്രതീകമാണ് ഇന്ന് ഈ ക്ഷേത്രം. മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികളാണ് നഗരമധ്യത്തിലെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിനേന പൂജകൾക്കും വഴിപാടുകൾക്കുമായി എത്തുന്നത്. വാരാന്ത്യ അവധി ദിനങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്കേറും. ഹോളിക്ക് പുറമെ ദീപാവലി, ഓണം എന്നീ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോടെ ആചരിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ മതസഹിഷ്ണുതയെക്കുറിച്ചുള്ള മുൻവിധികൾ തെറ്റാണെന്ന് കാണിക്കുന്നതാണ് ബഹ്റൈനിലെ ഈ ക്ഷേത്രമെന്ന് മുഖ്യ പൂജാരി പറഞ്ഞു. Since so many years, the grandfather of Sheikh Hamad, current ruler of Bahrain, and this Thakurji Seva, this what we are deity is here, I think almost 200 years. Of course, as Mr. Kumar Bhai said, it has been from new building to old building and old building to new building and new construction, and we have got very good support from the government of Bahrain, from all the ministries, from Ministry of Social Affairs and religion, whatever it is, and even from the ruling families, we'll say all the Khalifa family, they have been very, very cooperative. ഭജനയ്ക്കും ധ്യാനത്തിനുമായി പ്രത്യേക ഹാളുകളും ചരിത്രരേഖകളും ഗ്രന്ഥങ്ങളും അടങ്ങിയ വിപുലമായ ലൈബ്രറിയും ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജൂതമതവിശ്വാസികളുടെ ആരാധനാലയമായ സിനഗോഗുമുണ്ടായിരുന്ന ഏക ഗൾഫ് രാജ്യവും ബഹ്റൈനാണ്. ലോകത്തെ ഒട്ടുമിക്ക മതങ്ങൾക്കും ബഹ്റൈനിൽ ആരാധനാലയങ്ങളുണ്ട്. മതമൈത്രിയുടെ വലിയ സന്ദേശമാണ് രാജ്യം ഇതിലൂടെ പകർന്നു നൽകുന്നത്. ബഹ്റൈനിൽ നിന്നും ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ.